മുഹമ്മദ് നിഷാം, ഈ പേര് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. 2015 ജനുവരി 29 ശോഭ സിറ്റിയിലെ തൃശൂർ ശോഭ ഡെവലപ്പേഴ്സിന്റെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ ഗേറ്റ് തുറക്കാൻ താമസിച്ചതിന് ഇവിടുത്തെ കാവൽക്കാരനായ ഗേറ്റ് കീപ്പറായ ചന്ദ്രബോസ് എന്നയാളെ ഹമ്മർ എന്ന ആഡംബര വാഹനം പലവട്ടം ഇടിച്ച് കൊലപ്പെടുത്തിയ അതിക്രൂരനായ കൊലയാളി. ഒരു മനുഷ്യൻ എന്ന് പോലും മുഹമ്മദ് നിഷാം എന്ന വ്യക്തിയെ വിളിക്കാൻ സാധിക്കില്ല. കാരണം ഇടി ശരിയായില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഈ ഹമ്മർ കാർ പിന്നോട്ടെടുത്ത് ഈ പാവപ്പെട്ട ചന്ദ്രബോസിനെ വീണ്ടും പലവട്ടം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ 11 വർഷത്തിലധികമായി ഇയാൾ ജയിലിലാണ്. ഇയാളുടെ പണം, ഇയാളുടെ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ ഉപയോഗിച്ച് പലതരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ചന്ദ്രബോസിൻ്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ചന്ദ്രബോസിൻ്റെ വക്കീലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതുപോലെ സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്തിന്, കോടതികളെ പോലും സ്വാധീനിക്കാൻ ഈ മുഹമ്മദ് നിഷാം എന്ന് പറയുന്ന ഈ കാപാലികൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും വിലപ്പോയില്ല എന്നുള്ളതാണ്. അയാളുടെ ആസ്തി ഏതാണ്ട് 5000 കോടി രൂപയിലധികം ഇയാൾക്ക് ആസ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നിരവധി കമ്പനികൾ, അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ, നിരവധി സ്റ്റാഫുകൾ. ഇയാളുടെ കിങ് എന്ന് പറയുന്ന ഒരു ബീഡി കമ്പനിയിൽ മാത്രം 12000 തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പണത്തിന് പലതും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ഇയാളിപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ്. ഇയാൾക്ക് ഇടയ്ക്ക് പരോൾ കിട്ടിയിരുന്നു. പക്ഷേ ഉപാധികളോടെ, കനത്ത നിർദ്ദേശത്തോടെ ഉപാധികളോടെയായിരുന്നു പരോൾ. ഇയാൾ പല രീതിയിൽ ഏതാണ്ട് 80 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണം. അതിൽ 50 ലക്ഷം രൂപ ഈ മരിച്ച ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകണം എന്ന് സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതിയിൽ വരെ വലിയ വലിയ വക്കീൽമാരെ വിട്ട് വാദിച്ചു. രക്ഷയില്ല, കയ്യിൽ നിന്ന് പോയി. പണം ഒന്നും ചെയ്യില്ല. കാരണം കർമ്മമാണ് ഏറ്റവും പ്രധാനം. നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം, അത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ അനുഭവിക്കും എന്നത് വാസ്തവം തന്നെ. നമുക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്ത ആഡംബരത്തിൻ്റെ അഗാധതയിൽ മുങ്ങി നടന്ന ആ മനുഷ്യൻ്റെ ജീവിതം മാറിമറിയുന്നത് പണത്തിൻ്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ് എന്നുള്ള അന്നത്തെ കാലത്തെ ഒരു പത്ര റിപ്പോർട്ട്, അതിൻ്റെ ചില കഷ്ണങ്ങൾ, റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടി. തൃശ്ശൂർ ശോഭ സിറ്റിയിലെ ആഡംബര ഫ്ലാറ്റിലേക്ക് പാതിരാത്രി 3 മണിക്ക് മദ്യപിച്ച് ലഹരിക്ക് അടിമപ്പെട്ട അവസ്ഥയിൽ അയാൾ വരികയായിരുന്നു. ആ അവസ്ഥയിലാണ് ഇയാൾ ഈ ചന്ദ്രബോസ് എന്ന വ്യക്തി വാഹനം ഇടിച്ച് കൊന്നത്. മാത്രമല്ല ജയിൽ പോലും ഇയാളുടെ ഭരണമായിരുന്നു. ഇയാളുടെ പണം ഉപയോഗിച്ച് ഇയാളുടെ ബന്ധുക്കളൊക്കെ തന്നെ വെളിയിലുണ്ട്. അവർ ജയിൽ ഉദ്യോഗസ്ഥർക്കടക്കം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ജയിലിൽ ഇയാൾക്ക് സേവകനെ വെച്ചു. ഇയാൾക്കായിട്ട് 1-2 തടവുകാർക്ക് ഇയാളുടെ കാല് തിരുമ്മി കൊടുക്കാനും, ഇയാൾക്ക് ആഹാരം എടുത്തു കൊടുക്കാനും, ഇയാളുടെ ഇയാളെ കുളിപ്പിക്കാനും, അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ തന്നെ തടവുകാരെ വെച്ച് കുറേ നാൾ ഇയാൾ പല രീതിയിൽ ഈ ആഡംബര ജീവിതം ജയിലിനുള്ളിൽ പോലും നയിച്ചു. അപ്പോൾ ഇയാളുടെ സ്വാധീനം എത്രത്തോളമാണ്. ഇപ്പം അതൊന്നുമില്ല. എന്നാൽ കേവലം ഇയാൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. 2015 മുതൽ ഇയാൾ 11 വർഷമായി ജയിലിലാണ്. പുറത്തിറങ്ങാൻ വേണ്ടി പ്രഗത്ഭരായ അഭിഭാഷകർ വെച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ജാമ്യാപേക്ഷ നൽകി. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. പലതവണ സുപ്രീം കോടതിയും അടുത്തിടെ ഹൈക്കോടതിയും ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നുറപ്പായി. കാരണം മനസാക്ഷിയെ നടുക്കിയ ആ കൊടും ക്രൂരതയ്ക്ക് ഇളവ് നൽകാൻ നിയമത്തിന് സാധിക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ 72 കോടി രൂപ വിലയുള്ള ആഡംബര കാറുകൾ, ഇയാളുടെ കാറുകളൊക്കെ തന്നെ പിടിച്ചെടുക്കപ്പെട്ടു. അതൊക്കെ പല പോലീസ് സ്റ്റേഷനിൽ, തൃശ്ശൂർ ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നശിക്കുകയാണ്. അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തം സഹോദരങ്ങൾ തന്നെ കൈവശപ്പെടുത്തി. ഇഷ്ടം പോലെ പണവും ആഡംബരവും ഉണ്ടായിരുന്ന ആ മനുഷ്യന് ഇന്നൊരു ഫോൺ പോലുമില്ല. ഭാര്യയൊന്ന് ഫോൺ വിളിക്കണമെങ്കിൽ പോലും പോലീസുകാരുടെ കാവലിൽ അവരുടെ അനുവാദത്തോടെ മാത്രമേ കഴിയൂ. പണം മാത്രം പോരാ മനുഷ്യർക്ക് എന്ന് തിരിച്ചറിയുകയാണ് അയാൾ. കൊട്ടാരതുല്യമായ AC മുറികളിൽ പതുപതത്ത മെത്തകളിൽ ഉറങ്ങിയിരുന്ന അയാൾ ഇന്ന് വെറും നിലത്തൊരു പായ് വിരിച്ച് കൂത്തുകടി കൊണ്ട് ജയിലിലെ സെല്ലിനുള്ളിൽ കിടന്നുറങ്ങുന്നു. വിശപ്പിന്റെ രുചിയും ഉറക്കത്തിന്റെ സുഖവും അയാൾക്ക് നഷ്ടമായിരിക്കുന്നു. ബാറിൽ ലക്ഷങ്ങൾ പൊടിച്ചിരുന്ന അയാൾക്ക് ഇന്ന് പച്ചവെള്ളവും ജയിലിലെ സാധാരണ ഭക്ഷണവും മാത്രമാണ് ഗതി. കൂട്ടായി കുറെ ക്രിമിനലുകൾ മാത്രം. പണം കൊണ്ട് എന്തും നേടാമെന്ന അഹങ്കാരത്തിന് കാലം നൽകിയ മറുപടിയാണ് അത്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലം നൽകിയ മറുപടി. ഇരുട്ടറയിലെ ആ 4 ചുവരുകൾക്കുള്ളിൽ തൻ്റെ സകല സ്വാധീനങ്ങളും നഷ്ടപ്പെട്ട് ഒരു നിസ്സഹായനായ യാചകനെ പോലെ ശൂന്യതയിലേക്ക് നോക്കി അയാൾ ശ്വാസം വലിക്കുകയാണ്. സമ്പത്താർക്കും ശാശ്വതമല്ലെന്നും അഹങ്കാരത്തിന് എന്തെങ്കിലും വലിയ വില കൊടുക്കേണ്ടി വരും എന്നും ഓർമ്മിപ്പിക്കുന്ന ജീവിതം ഒരു പാഠമായി. ഈ ജീവിതം എന്നത്, ഈ മുഹമ്മദ് നിഷാമിൻ്റെ ജീവിതം ഒരു പാഠമായി, അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഒരു പാഠമായി. മുഹമ്മദ് നിഷാം എന്ന കൊടും ക്രിമിനൽ കൊലപാതകി ഇന്ന് ജയിലിൽ കിടന്ന് അയാൾ കരയുന്നുണ്ടാകില്ല, പക്ഷേ അയാൾ ഉള്ളിൽ കരയുന്നുണ്ടാകും. ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അതായത് അഹങ്കാരം കൊണ്ട് എന്തും നേടാം, നമുക്കെന്തും വിലയ്ക്ക് വാങ്ങാം, പണമുണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ള പൊതുവായ മനുഷ്യൻ്റെ ചില ധാരണകൾക്ക് മുഹമ്മദ് നിഷാം
ഒരു മറുപടിയാണ്. ചന്ദ്രബോസ് വലിയ സ്വാധീനമുള്ള ആളൊന്നുമല്ല. അയാൾ ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി നിൽക്കുന്ന വ്യക്തിയാണ്. സാധാരണ ഇടത്തരം പാവപ്പെട്ട കുടുംബത്തിലെ വ്യക്തിയാണ്. അയാളുടെ ഭാര്യ പോരാടി. സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ് ഉൾപ്പെടെ അയാൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ എത്തി. കാരണം ന്യായവും നീതിയും നടപ്പിലാവുക തന്നെ വേണം. പണം കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തതായി പലതുമുണ്ട്. പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പണത്തിനും ഇതേ പരുന്തല്ലാതെ പലതും പറക്കും. പരുന്തിനെ മാറ്റി നിർത്തിയേക്കുക.